ഹലോ, ഗുഡ് മോർണിംഗ്. 2 ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ ചുണ്ടിൻ്റെ ഇവിടെ ബ്രഷ് തട്ടിയിട്ട് ഇവിടെ വായ്പുണ്ണുള്ളിൽ അത് പിടിക്കുമ്പോൾ നല്ല വേദനയാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല, സംസാരിക്കാനൊരു ബുദ്ധിമുട്ട്. ഇന്നലെ ഇവിടെ നല്ല പോലെ മഴ പെയ്തു കേട്ടോ. കണ്ടോ, ചക്കയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അവിടെ മഴ പെയ്തതാണോ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാനിന്ന് റെഡിയായി നിൽക്കുക. കാരണം നീരവിനെ അങ്കവാടിയിൽ വിട്ടിട്ട് വേണം എനിക്ക് പച്ചക്കറി മേടിക്കണം. ഞാനിവിടെ 50 രൂപയുടെ കിറ്റാണ് കേട്ടോ മേടിക്കാറ്. 50 രൂപയ്ക്ക് നല്ലപോലെ കിറ്റ് കിട്ടും. 100 രൂപയ്ക്കൊക്കെ പച്ചക്കറി മേടിക്കാറുണ്ട്. പക്ഷേ 2 ദിവസത്തേക്കുള്ള ഉപ്പേരി എന്തെങ്കിലും വെക്കാനുള്ള സാധനങ്ങൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ 50 രൂപ പറയുമ്പോൾ അത്യാവശ്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ഉണ്ടാവുക അതിൽ. എന്തായാലും പോയി നോക്കണം. നേരത്തെ പോയി കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ അത്ര നേരത്തെ പോയി കഴിഞ്ഞാൽ അവർ തുറന്നിട്ട് കൂടി ഉണ്ടാവില്ല. എന്തായാലും ഒരു 10 മണിയാവണം. ഞാൻ എന്തായാലും ഒരു 10 മണി കഴിഞ്ഞ് അങ്കൻവാടിയിൽ വിട്ടിട്ട് നേരെ പോകുമ്പോഴേക്കും അവർ ചിലപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ പാക്ക് ചെയ്യാൻ നിൽക്കണുണ്ടാവുള്ളൂ. എല്ലാം പൊട്ടിച്ച് കുറേ കിറ്റുകളുണ്ടാവും. അപ്പം ആ കിറ്റുകളിൽ കിളികൾ വരുന്നുണ്ട്. അയ്യോ, കാണില്ല അല്ലേ? കുറേ കിറ്റുകൾ അത് എവിടെ നിന്നൊക്കെ കൊണ്ടുവരിക തോന്നുന്നു, ബാക്കിയുള്ള വെജിറ്റബിൾസ് ഷോപ്പുകളിൽ നിന്നൊക്കെ. അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ എല്ലാം മുറിച്ച് വെണ്ടക്കായ, ക്യാബേജ്, മത്തങ്ങ, കുമ്പളങ്ങ അങ്ങനെ ഓരോരോ കിറ്റുകളായിട്ടാവും. അപ്പം അതൊക്കെ പൊട്ടിച്ച് ഈ മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഓരോ കവറുകളിൽ ഓരോ പീസുകൾ ഇങ്ങനെ ആക്കും. മത്തങ്ങ, കുമ്പളങ്ങ, സാമ്പാർ പീസൊക്കെ ഉണ്ടാവും. മുരിങ്ങക്കായ മാത്രമേ ഉണ്ടാവാണ്ടിരിക്കുള്ളൂ. പിന്നെ 2 തക്കാളി, സബോള, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലുണ്ടാവും കേട്ടോ. അപ്പം അത് മേടിക്കണം. പറ്റുവെച്ച് കുറച്ച് ദിവസമായി മീൻ കറിയൊക്കെ വെച്ചിട്ട്. ചിലപ്പോൾ ഞാൻ മീൻ മേടിക്കും, ചിലപ്പോൾ മേടിക്കില്ല. അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കും. ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെമ്മീൻ കൊണ്ട് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. സൺഡേ ബിരിയാണി ദിവസമാണല്ലോ. അപ്പോൾ സാധാരണ ഹോട്ടലിൽ നിന്ന് മേടിക്കാതെ പതിവ്. എന്തായാലും ചെമ്മീൻ ഇരിക്കുന്നുണ്ട്, ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഓർത്തിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കി. പക്ഷെ എൻ്റെ മോന് പറ്റിയില്ല, നല്ല എരിവായിരുന്നു. അപ്പം ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്തോ എനിക്ക് വിഷമം. എന്താടാ? ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ചായ വെക്കട്ടെ. നീരവൻ്റെ ബർത്ത്ഡേ ആവാറായിട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ചൊറി സ്വഭാവം എന്ന് പറഞ്ഞാൽ കരച്ചിലുണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്ത് പറഞ്ഞാലും വാശിയും കാര്യങ്ങളൊക്കെ, ദേഷ്യം. അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ കരയണത് കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരും. ആവശ്യമില്ലാണ്ട് കരയണാണ്ട എനിക്കും സുനൂനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പരമാവധി പറയും മിണ്ടണ്ട, ആവശ്യമില്ലാണ്ട് കരയണ്ടെന്നൊക്കെ പറയും. 4 രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ രാവിലെ എണീറ്റതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവർ മാറാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടൻ ചായ തിളപ്പിച്ച് കൊടുക്കും. അപ്പോൾ ഇത് ആക്കണേൻ്റെ കൂട്ടത്തിൽ ഞാൻ അത് റെഡിയാക്കിയിട്ട് അവന് കൊടുക്കാനാണ് നിൽക്കണത്. അതിൻ്റെ ഇടയിൽ പല്ല് തേപ്പിക്കാൻ പോയപ്പോൾ അയ്യോ, അവിടെ കിടന്നിട്ട് വേറെ വാശി. തലയ്ക്ക് ഭ്രാന്ത് വരും ആ സമയത്ത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, നീതു. അപ്പോൾ അവളുടെ മോനുണ്ട്, പാച്ചു എന്നാ പേര്. അപ്പോൾ അവന് ഇതേപോലെ വാശിയൊക്കെയാന്ന് പറഞ്ഞു എന്നിട്ട് അവനെ അങ്കൻവാടിയിലൊക്കെ കൊണ്ടാക്കാൻ തുടങ്ങി. അവൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാട്ടോ. പെട്ടെന്ന് എടുത്തിന്ന് മാറിയപ്പോൾ ഉള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ. അപ്പം എന്നെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയും, കഷ്ടമൊക്കെ തന്നെയല്ലേ അങ്കൻവാടിക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ വിടുമ്പോൾ നമ്മുടെ മൈൻഡൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അങ്കൻവാടിയിലെ ടീച്ചേഴ്സും അതെ കേട്ടോ, നമ്മൾ ആദ്യമായിട്ട് കൊണ്ടാക്കുമ്പോൾ അവർ ഫുൾ സപ്പോർട്ടും കോൺഫിഡൻസൊക്കെ തന്നിട്ട് തന്നെയാണ് നമ്മളതിനെ തിരിച്ചു വിടണത്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇടുകയും ചെയ്യും. എൻ്റെ ഇവിടുത്തെ ടീച്ചറൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ, നല്ല കെയറിങ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു സമാധാനത്തിലാണ് നമ്മളായാലും നമ്മുടെ കുട്ടികളെങ്ങനെ വിടണത്. സത്യം പറഞ്ഞാൽ അങ്ങനെ വിടണത് നല്ലതാണ് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ പഠിപ്പിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ടീച്ചേഴ്സ് തന്നെ അവർ തന്നെ പറഞ്ഞ് സെറ്റാക്കി നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പറ്റണ പോലെ ആക്കി തരും കേട്ടോ. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ വീട് ഈ മേശ കുറച്ച് ദിവസങ്ങളായി ഷോളൊക്കെ ആകെ വീണ് കിടക്കണു. അപ്പം ഞാൻ അതൊന്ന് കൈയോടക്കനെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇട്ട് പോകലിന് എൻ്റെ പണി. അപ്പം ഞാൻ വേഗം ചെയ്തു.
സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോഴാട്ടോ ഞാൻ ശ്രദ്ധിക്കണം, എന്ത് നല്ല ബോറായിട്ടൊക്കെ എടുക്കണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും ഇടാറില്ല, എന്തെനിക്ക് പറ്റിയെന്ന് അറിയില്ല. വീഡിയോസ് എടുക്കലും എഡിറ്റിങ്ങും എല്ലാ തിരക്കും കൂടിയിട്ട് ആകെ വിട്ടു പോവുക ചില കാര്യങ്ങൾ. അപ്പം ഞാൻ കൈ ഉടക്കനെ എന്തായാലും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹാൻഡ് വാഷ് ആക്കിയിട്ടാട്ടോ ഞാൻ തുടച്ചത്. കാരണം നല്ല സ്മെല്ലും വരും ചെയ്യും, ഒരു ഫ്രഷ്നെസ് പോലെ തോന്നും. അപ്പോൾ വേഗം ഫാനൊക്കെ എടുത്ത് പിന്നെ അതൊക്കെ കയറ്റി ഒതുക്കി ബാക്കി പരിപാടികൾ ചെയ്തു. അപ്പോൾ ഹാൻഡ് വാഷ് കൊണ്ട് തുടയ്ക്കണ കണ്ടിട്ട് എൻ്റെ പുത്രൻ വന്നു. അമ്മ എന്തിനാ എൻ്റെ ഹാൻഡ് വാഷ് എടുത്തിട്ട് അവിടെയൊക്കെ തുടയ്ക്കണമെന്ന് ചോദിച്ചിട്ട്. നല്ല മണമാണ് കേട്ടോ അതിന്, ഊതിൻ്റെ എന്തോ ആണ്, ചേട്ടൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തുടയ്ക്കുമ്പോൾ അവൻ എന്തിനാ അതെടുത്ത് എന്ന് ചോദിച്ചിട്ട് അത് അവിടെ തന്നെ കൊണ്ടുവച്ചു. അത് അങ്ങനെ ഒരു കുശുമ്പനാട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സെൽഫിഷ് ഒരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒക്കെ എൻ്റെ. അപ്പോൾ ഞാൻ പരമാവധി അത് മാറ്റാൻ നോക്കുന്നുണ്ട്. എന്നാലും ഒരു ഈ പ്രായത്തിൻ്റെ ആണോയെന്നറിയില്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. നമുക്കതല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അവൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയിൽ തുണികളൊക്കെ ഉണ്ടായിരുന്നു, അത് കൈക്കെല്ലാം പിടിക്കാനുള്ളതാട്ടോ, അടുക്കളയിൽ യൂസ് ചെയ്യണ തുണികളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം മടക്കി അവിടെ ഒതുക്കി ഭംഗിയാക്കി വെച്ചു. എൻ്റെ ചെറുപ്പം തൊട്ടിട്ടുള്ള എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണ് കേട്ടോ അനു. ഇപ്പോൾ കുറേ കാലങ്ങളായി ഞങ്ങൾ കണ്ടിട്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ അവൾക്ക് രണ്ടാമതൊരു ബേബിയായി. ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കണത്. അപ്പോൾ അവളെൻ്റെ വീഡിയോ കണ്ടിട്ട് നന്നായി രീതി ഇങ്ങനെയൊക്കെ തുടങ്ങിയത് നന്നായി എന്നൊക്കെ പറഞ്ഞ് കുറേ നന്നായിട്ടുണ്ട്, വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഇതൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചു കേട്ടോ. അവൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ട്, ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒന്ന് സെറ്റാവണില്ല എന്നാണ് പറയണത്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടാണ്. അപ്പോൾ ഇത്രയും കാലങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെയെങ്കിലും നല്ലത്. നമ്മൾ പുതിയതായിട്ട് എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് രണ്ട് സൈഡ് ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ഇങ്ങനെ പറയാനൊക്കെ വരുന്നത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ്, ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ള ഫ്രണ്ട്സൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അഞ്ജന, അനു, പിന്നെ അങ്ങനെ കുറച്ച് പേര്. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൂടെ കാണാനും എല്ലാം ലൈക്ക് ചെയ്യാനും ഒക്കെ എൻ്റെ നൗഷിതാത്തയുണ്ട്, എൻ്റെ മുന്നിൽ വീട്ടിലത്തെയാണ് നിച്ചുനുമ്മ, പിന്നെ നിയമോള്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ രഞ്ജന ചേച്ചിയുണ്ട്, മിനി ആൻറ്റി ഉണ്ട്, റീത്തേച്ചിയുണ്ട്. അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മളെന്താ, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, എഡിറ്റിംഗ് ഒക്കെ പഠിച്ച് വരണുള്ളൂ. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു സൈഡിലെ ആൾക്കാർ പറയുന്നുണ്ട്, നീ എന്താ ചെയ്ത് കൂട്ടണത്, എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു നേരം പോക്കും. എനിക്ക് പിന്നെ ഒരു കാലത്ത് കാണുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഇനി അടുത്ത കൊല്ലം കാണുമ്പോൾ നീരവായാലും കുറച്ചും കൂടെ വലുതായിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ ചെയ്ത ഇങ്ങനെ വീഡിയോസൊക്കെ ഇനി പിന്നെ ഒരു സമയത്ത് കാണുമ്പോൾ നമുക്കും ഒരു രസമല്ലേ കണ്ടിരിക്കാൻ, ഒരു മെമ്മറി, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ മറ്റോടത്ത് ക്ലീൻ ചെയ്യണണ്ടപ്പോൾ നീരവിന് ഈ മേശ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് പൊസിഷൻ മാറ്റി തരണമെന്ന്. എനിക്കിഷ്ടം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ മാറ്റി തരണത് കാണുമ്പോൾ ഒരു ചേഞ്ചൊക്കെ നല്ലതല്ലേ, നമുക്കൊരു പോസിറ്റീവൊക്കെ തോന്നും. എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അതിൻ്റെ കൂടെ, പിന്നെ നീരവ് കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരാൾ ഹെൽപ്പ് ചെയ്യാണ്ടെങ്കിൽ പിന്നെ വേഗം വേഗം ചെയ്ത് തീർക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവനാണെങ്കിൽ ആ മേശയുടെ മുകളിൽ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ എത്തണില്ല. കുറച്ച് ദിവസങ്ങളായി എന്നോട് പറയണം, അമ്മയ്ക്കും അങ്ങനെ നിന്ന് പ്രാർത്ഥിക്കണം, അമ്മ വിളക്ക് കത്തിക്കുമ്പോഴേക്കും നിന്ന് പ്രാർത്ഥിക്കണം, അപ്പോൾ മേശ ഒന്ന് മാറ്റി തരുമോ ചോദിച്ചിട്ട്. അവൻ ആദ്യം ഈ മേശമ ഇരുന്നിട്ട് ഡയറക്റ്റ് ടി വിയിലേക്ക് മേപ്പെട്ട് നോക്കിയിരുന്ന് കണ്ടുവന്നു. അതാണ് ഞാൻ അതിൻ്റെ ഇത് മാറ്റിയിട്ടത്. അധികം സ്പേസ് ഉണ്ടായിട്ടൊന്നല്ല, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ ഞാനത് മാറ്റി, അവനും എന്നെ സഹായിച്ചു. അതിൻ്റെ ഇടയിൽ പാല് വന്നിട്ടുണ്ടായിരുന്നു, ചീര വന്നിട്ടുണ്ടായിരുന്നു. ചീര കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ മേടിക്കാൻ പറയണു. അപ്പം ഞാൻ അതൊക്കെ മേടിക്കാനും നിന്നു. അതിൻ്റെ ഇടയിൽ ഇതും ചെയ്തു. 10 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ, അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നീരവന് വേറെ വാശിയായിരുന്നു കേട്ടോ. ഞാൻ അടിച്ചു വരണം, എൻ്റെ ഇടയിൽ അവനും അടിച്ചു വരണം. അവന് മാറല തട്ടണ ചെറിയ ചൂലുണ്ടല്ലോ, അതാണ് അവൻ്റെ ടൂൾ. അത് വെച്ചിട്ട് അവൻ അടിച്ചു വരണം, അതെടുത്ത് തായോ പറഞ്ഞു. 10 മണി ആയതുകൊണ്ട് തന്നെ എനിക്ക് ആകെ പിന്നെ വെപ്രാള ടൈം. നേരം വൈകുമ്പോൾ ഗേറ്റ് അടവിൽ കൂടി പെട്ട് കഴിഞ്ഞാൽ ആകെ ലേറ്റ് ആവും. പിന്നെ ടീച്ചർ സമയത്തിന് എത്താൻ പരമാവധി ഇപ്പം പറയാറില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, അത് തോന്നിയിട്ടായിരിക്കും ഇപ്പം അധികം പറയാറില്ല. എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ വരാൻ, നേരത്തെ ചെല്ലാൻ വേണ്ടിയിട്ട്, അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള വാശിയാണ്. അവിടെ കിടന്ന് അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടെ അതിൻ്റെ പ്രഷർ കൂടും.
കുളി കഴിഞ്ഞ് പിന്നെ വിളക്കിൻ്റെ മുന്നിൽ മുണ്ടൊക്കെ എടുത്തിട്ട് പ്രാർത്ഥിക്കില്ല പതിവ്. അപ്പോൾ ഇന്ന് അവൻ്റെ വാശി ജയിക്കാണ്ടായപ്പോൾ അവന് ദേഷ്യം വാശിയൊക്കെ കൂടിയിട്ട് അപ്പോൾ ആകെ വഴക്കൊക്കെ ആയിട്ട് ഞങ്ങൾ കുളിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവന് ആകെ വാശിയും ദേഷ്യവും. അപ്പോൾ ദേഷ്യം വന്നിട്ട് ഞാൻ ചീത്തയൊക്കെ പറഞ്ഞിട്ട് കുളിപ്പിച്ചത്. പിന്നെ ആകെ വാശിയായി, അവന് സങ്കടമായി. അപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമം കേട്ടോ. പോവാൻ നിൽക്കണ നേരത്ത് ഇങ്ങനെ വാശിയൊക്കെ ആകുമ്പോൾ കുട്ടീനോട് തല്ലോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോയി കൊണ്ടാക്കി വന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവും. എനിക്ക് ആകെ ഒരു വിഷമം, അല്ലെങ്കിൽ നമുക്കൊരു മിസ്സിങ് തോന്നും. അതിൻ്റെ ഇടയിൽ ഇത് കൂടി ആകുമ്പോൾ ആകെ ഒരു വിഷമം. അപ്പം ഞാൻ സമാധാനിപ്പിച്ച് പിന്നെ ഞാൻ അവൻ പ്രാർത്ഥിക്കണ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ നീ എന്തിനാടാ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കരയണേന്നൊക്കെ ചോദിച്ചപ്പോൾ അവന് പിന്നെ സങ്കടം. അവന് നല്ലോണം പോലെ മുണ്ടെടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ഒന്നുകൂടെ മുണ്ടെടുത്ത് പ്രാർത്ഥിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സാരില്ല പോകണ സമയത്ത് പ്രാർത്ഥിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ക്രീമൊക്കെ മോയ്സ്ചറൈസിങ് ക്രീം തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒന്നരാടപ്പോൾ തല കുളിപ്പിക്കാറുള്ളൂ. അപ്പം ഞാൻ തലയിൽ ഒരു വിയർപ്പ് മണം എടുക്കാണ്ടിരിക്കാൻ ഒന്നാമത് മുടിയൊക്കെ വെട്ടി ഭയങ്കര വിയർപ്പാണ്. പിന്നെ പെട്ടെന്ന് മുടി നീളം വയ്ക്കും. ഇതേപോലെ എനിക്ക് മുടി നീളം വെച്ചെങ്കിലും ഒന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ തലയിലൊക്കെ ഒന്ന് ക്രീമൊക്കെ തേച്ച് കൊടുത്തു, കാരണം ഒരു നല്ല മണം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് പിന്നെ എന്തോ എനിക്ക് ഞാൻ ചെയ്തില്ല, ഞാൻ ക്രീം തേച്ച് കൊടുത്തു. എന്തായാലും ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ തേച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടെ പ്രാർത്ഥിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടിരുത്തി. ഞാൻ ഇഡ്ഡലിയൊക്കെ എടുക്കാൻ പോയിട്ട് അപ്പോഴേക്കും പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ടാസ്ക്കാണ് കേട്ടോ ഗേറ്റ് കടന്ന് പോകാന്നുള്ളത്. അവിടെ വെയിറ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് തന്നെ വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം വണ്ടി അവിടെ ഒതുക്കിയിട്ട് പിന്നെ നടന്ന് കൊണ്ടാകും. അത് കഴിഞ്ഞ് നേരെ വണ്ടി എടുത്തിട്ട് പച്ചക്കറി മേടിക്കാൻ പോയിട്ടോ. കിറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ചേച്ചി. അപ്പോൾ കുറച്ചും കൂടി ആക്കി വെക്കാൻ, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി പയറും സാധനങ്ങളൊക്കെ ഇട്ട് തരാം. അപ്പോൾ അതും കൂടെ മേടിച്ചിട്ട് ഞാൻ കുറച്ച് ബേക്കറി ഐറ്റംസും കൂടെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മേടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തി. ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ എത്തിട്ടോ. ഇതാണ് 50 രൂപയുടെ കിറ്റ്. 50 രൂപയുടെ കിറ്റിൽ ഇത് സബോള, ഇത് ഞാൻ 1 കിലോ വേറെ മേടിച്ചതാട്ടോ. സബോള അതൊക്കെ പുറത്ത് വയ്ക്കാനുള്ളതാണ്, ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളത് വേറെ, പുറത്ത് വയ്ക്കാനുള്ളത് സെപ്പറേറ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കിറ്റും കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ സാധാരണ 100 200 കൊടുത്തിട്ട് അപ്പോഴും അത്യാവശ്യം ഇത്ര പച്ചക്കറിന് ഒരു 200 രൂപ കൊടുത്താലും കിട്ടുക. അപ്പം ഞാൻ അതായിരുന്നു മേടിച്ചു തരുന്നത്. പിന്നെ ഞങ്ങളുടെ നൗഷിത്താത്ത ഞാൻ പറയാറുണ്ടല്ലോ, നിച്ചുവിൻ്റെ ഉമ്മ, അപ്പോൾ അവരും ഷെറീന താത്തയുണ്ട്. ആ വീട്ടിൽ തന്നെയാണ് കേട്ടോ രണ്ടാളും. അപ്പോൾ അവരിങ്ങനെ മാറി ഇങ്ങനെ പച്ചക്കറി ഇങ്ങനെ മേടിച്ച് കൊണ്ടുവരണം കാണാം. അപ്പോൾ ഞാൻ അങ്ങനെ പോകുമ്പോൾ കാണാറുണ്ട് കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നോട് ചോദിക്കും, നിനക്കിത് മേടിച്ചാൽ പോരെ, ഇതിൽ അത്യാവശ്യം സാധനങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇതൊന്നും ഫ്രഷ് ആവില്ല, ഒക്കെ ചീഞ്ഞതാവും. ആകെ ഒരു ക്യാരറ്റ് മാത്രമായിട്ട് അതിൽ കേടായിട്ട് കണ്ടുള്ളൂ. പിന്നൊക്കെ നല്ല സാധനങ്ങളായിരുന്നു. ലേറ്റ് ആവും തോടുകയാണ് ഇത് ചെയ്യുക, കുറേ ഇങ്ങനെ കൂടിയിരുന്നിട്ട്. പക്ഷേ രാവിലെ ഒരു 10 മണി ആ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷായിട്ട് കിട്ടും. അപ്പം ഞാൻ പിന്നെ ഇത് മേടിക്കാൻ തുടങ്ങി. അവരും ഇതൊക്കെ തന്നെയാട്ടോ മേടിക്കുക. അപ്പം പിന്നെ മീൻ സാധനങ്ങൾ അതൊക്കെ വേറെ ആയിട്ട് മേടിക്കും. പച്ചക്കറി വേണ്ടവർക്ക് ഇങ്ങനെ മേടിക്കും. പിന്നെ ഇതിലില്ലാത്ത സാധനങ്ങൾ ഇപ്പോൾ കോളിഫ്ലവർ, ക്യാബേജ് ഇതിൽ മുറിച്ചിടാറുണ്ട് കേട്ടോ അവർ. കോളിഫ്ലവർ കുറച്ചിങ്ങനെ സാധനങ്ങൾ, പച്ചക്കറി, ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് മേടിക്കുക ചെയ്യാം കേട്ടോ. എന്നാലും 200 ആവില്ല. പിന്നെ തേങ്ങ, വേപ്പില ഇതൊന്നും ഇതിലുണ്ടാവില്ല. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് മേടിക്കും. ബാക്കി ഇതിലുള്ളതൊക്കെ ഞാൻ അത് വെച്ചിട്ട്, ബീട്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. എല്ലാ പ്രാവശ്യം ബീട്രൂട്ട് കിട്ടാറില്ല. പിന്നെ ക്യാരറ്റൊക്കെ കുറച്ച് കൂടുതൽ കിട്ടാറുണ്ട്. ചില സമയത്ത് ചില സാധനങ്ങൾ കൂടുതൽ കിട്ടും, ചില സമയത്ത് കുറവ് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പച്ചമുളക് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചമുളകൊന്നും മേടിക്കുക എനിക്ക് കൂടുതലാവും. പച്ചമുളക് ഞാൻ അങ്ങനെ യൂസ് ചെയ്യണ. ഇനി സബോളയുടെ സെക്ഷനിൽ കൊണ്ടുവച്ചു. ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത് സുനു സെറ്റ് ചെയ്ത് തന്നിട്ട് പോയതാട്ടോ. അതിൽ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി അങ്ങനത്തെ സാധനങ്ങൾ പെട്ടെന്ന് വേണ്ടതും പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി വേഗം വെച്ചു. ക്യാരറ്റിനും പൊട്ട ഭാഗം ഉണ്ടായിരുന്നത് മുറിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ ബാക്കി പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിലും കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറിൻ്റെ പരിപാടി നോക്കായിരുന്നു കേട്ടോ. കുക്കറിൽ കുറച്ച് അരി ഞാൻ ആദ്യം കുതിർത്തിടാൻ വെക്കും. കാരണം പെട്ടെന്ന് കഴുകാനൊക്കെ കുറച്ചുകൂടെ ഈസി ആവും. കഴുകുമ്പോൾ വേഗം അഴുക്കൊക്കെ
പുറത്തൊക്കെ പോകാൻ നല്ലതാണ്. ചൂടുവെള്ളത്തിലിട്ട് കഴുകാൻ നല്ലത്. പക്ഷെ ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പിന്നെ എനിക്ക് കൈ കൊണ്ട് കഴുകാൻ പറ്റില്ല, സ്പൂൺ കൊണ്ട് ഇളക്കി കഴുകണം. അതൊക്കെ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ കുതിരാൻ വേണ്ടി വെച്ച് അങ്ങനെ ഞാൻ പിന്നെ സബോള അവിടെ ഞാൻ ചായയിലെ ബാക്കി ഉണ്ടായിരുന്ന പാക്കറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ടിന്നിൽ കൊള്ളാത്തത് ഞാൻ കണ്ണെത്തണ ദൂരത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഓർമ്മ ഉണ്ടാവും. അത് പെട്ടെന്ന് കാണുമ്പോൾ എന്നാൽ ടിന്നിൽ കുറയണനുസരിച്ചിട്ട് നമുക്കത് നിറച്ച് വെക്കാമല്ലോ. അപ്പം ഞാൻ അതും കൂടെ നിറച്ച് വെച്ചു. പിന്നെ മുതിര ഉണ്ടായിരുന്നു, മുതിര തീരാറായി. അപ്പോൾ അത് വേഗം തീർക്കാനായിട്ടാട്ടോ മുന്നിൽ കൊണ്ട് വെച്ചേക്കണത്. ഇതാണ് എൻ്റെ അക്ഷയപാത്രം. ബേസിൽ എപ്പോൾ നോക്കിയാലും പാത്രങ്ങളാട്ടോ. എനിക്കറിയില്ല, ഞാൻ തന്നെയാണ് കൊണ്ടുവരുന്നത്, പക്ഷേ എനിക്കറിയില്ല ഇതൊക്കെ ഇത്രയധികം പാത്രങ്ങൾ എപ്പോൾ നോക്കിയാലും ഉണ്ടാവും. ഇനിയിപ്പോൾ കഴുകി വെച്ചാൽ ആ കൊട്ടയിൽ വെള്ളം തോരാൻ വെച്ചത് പിന്നെ ഞാൻ എടുത്ത് മാറ്റി വയ്ക്കാൻ മറക്കും. അപ്പോൾ അതും വേറൊരു പണിയാണ്. പിന്നെ ഞാൻ അങ്കവാടിക്ക് പോകാൻ നിൽക്കണ നേരത്തെ ഇതിനൊന്നും നിൽക്കില്ല കേട്ടോ. കാരണം അതും കുറച്ചുകൂടെ ലേറ്റ് ആവും. ഞാൻ അതൊക്കെ കഴിഞ്ഞ് മെല്ലെ വന്നിട്ട് ഈ പരിപാടിക്ക് നിൽക്കുള്ളൂ. പിന്നെ ലിക്വിഡിലൊക്കെ പാത്രം കഴുകുമ്പോൾ നല്ല രസമുണ്ട്, നല്ലോണം പതയണമൊക്കെ ഉണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. അപ്പം ഞാൻ മെല്ലെ പാട്ടൊക്കെ വെച്ച് പതുക്കെ ഓരോരോ പണികൾ തീർക്കൂട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോൾ പിന്നെ അവിടെ വെള്ളവും പതിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൈയോടൊക്കെ തന്നെ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി തീർന്നല്ലോ. പിന്നെ ഞാൻ ഓർത്തത് വേസ്റ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കലും എല്ലാം കാരണം ഞാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുപോകണം കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ഫ്രീ ആയപ്പോൾ ചെയ്തു. പോയി വേസ്റ്റൊക്കെ കളഞ്ഞ് ആ പാത്രം കഴുകി വെച്ചു. അപ്പോൾ മാലതീച്ച് വന്നിട്ടുണ്ടായിരുന്നു, മുറ്റടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ വന്നിരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ചക്ക വീണിട്ടുണ്ട് കുട്ടിയെ, ചക്ക കുരുക്കെ കൂട്ടി കറി വെച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുക. പിന്നെ കുറേ ചക്കകൾ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ തേങ്ങ ഒക്കെ അരച്ചിട്ടാണ് ഞാൻ കറി വയ്ക്കുക. അപ്പോൾ തേങ്ങ മേടിക്കണം ചേച്ചി, എന്നിട്ട് വേണം കറി വയ്ക്കുക എന്നൊക്കെയാണ് ഞങ്ങൾ ഈ പറഞ്ഞു നിൽക്കണത് കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം അകത്ത് കയറി പിന്നെ ബാക്കി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ചോറിൻ്റെ പരിപാടിയും പിന്നെ കുറച്ച് കണക്ക് കൂട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണക്ക് കൂട്ടലുകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഈ മാസത്തിൽ ചിലവായ പൈസ, ചേട്ടൻ തരണ പൈസ, പിന്നെ ചിലവാവണ പൈസ, അങ്ങനെ ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കും. ഡേറ്റും ഒക്കെ എന്ത് കാര്യത്തിനാണ് ചിലവാവണം അതൊക്കെ എഴുതി വയ്ക്കാറുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, നാളെ പൈസ തരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്ന പൈസ എങ്ങനെയാണ് ചിലവായി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്കൊരു കണക്ക് വേണമല്ലോ, അത് വെച്ചിട്ട് ഞാൻ ചേട്ടൻ്റെ നിന്നൊരു ഡയറി മേടിച്ചിട്ട് അങ്ങനെ എഴുതി വയ്ക്കണതാട്ടോ. അപ്പോൾ മാസത്തിൽ ഞങ്ങൾക്കൊരു ചേട്ടനൊരു ടാർഗറ്റ് ഉണ്ട്, ഇത്ര പൈസ മാസത്തിൽ തരുള്ളൂ. അപ്പോൾ നമ്മളത് വെച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡയറി നല്ലതാണ് തോന്നി. കാര്യം നമ്മുടെ മാസത്തിലുള്ള ചിലവൊക്കെ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഞാൻ ഓടിപ്പോയി വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടു. പിന്നെ ചോറ് വയ്ക്കാണ്ടായിരുന്നു. അപ്പോൾ അരി വേഗം കഴുകി കുക്കറിലാക്കി വെച്ചു കേട്ടോ. ഒരു വിസിലിന് ചോറ് വേവും, അധികം ടൈമൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ് മതി ചോറ് വേവാനായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ടാർജറ്റ് അല്ല കേട്ടോ, ബഡ്ജറ്റ് ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത്, തെറ്റിപ്പോയി. ചോറ് അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊരു സിനിമ ഫുള്ളാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് കേട്ടോ. ലവ് വണ്ടേഴ്സ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടല്ലോ. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് വായിൽ വരില്ല കേട്ടോ, ക്ഷമിക്കണം. അപ്പം അത് കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ഈ ചീര കണ്ടപ്പോൾ ചീരനെ അരിഞ്ഞെടുത്താലോ എന്ന് ആലോചിച്ചു. ഞാൻ ഈ ചൂരടക്കി കളിക്കാൻ മുമ്പ് നൗഷിത്താത്ത അങ്ങനെ എപ്പോഴും നൗഷിത്താത്ത നെയിൽ പറയണല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കണം കണ്ടിട്ടില്ല കേട്ടോ. താത്ത എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണിയിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആവും. ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണെങ്കിലും ഒന്നല്ലെങ്കിൽ പച്ചക്കറിയിൽ നരിയാവും. അപ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ അരിയും. അതാണ് ഞങ്ങൾക്ക് പതിവ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങൾ, എനിക്ക് അങ്ങനെ വെറുതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൂടുതലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഓരോരുത്തരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ കണ്ട് പഠിച്ച് പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് പയറ്റി നോക്കും. അപ്പം ഞാൻ എന്തായാലും അതേപോലെ ഇരുന്ന് നേരം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി എളുപ്പമാക്കാനുള്ള പരിപാടി ചെയ്യാൻ നല്ലതാണ്. നാളെ അവൻ സ്കൂളിലേക്ക് പോണ സമയത്ത് ഞാൻ ഇങ്ങനെ മുന്നേ കൂട്ടി അരിഞ്ഞ് വെക്കുമ്പോൾ രാവിലെ അതെടുത്തിട്ട് കറി വെച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യണത് നല്ലതാണ് തോന്നി. ഇപ്പോഴേ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അധിക സമയമൊന്നുമില്ല. അപ്പോൾ അധികം വേണ്ടതാനും, ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് മതിയല്ലോ. അപ്പം ഞാൻ വേഗം അത് നിറച്ച് അഴുക്കുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും താഴെ കിടക്കുന്നുണ്ടായിരുന്നു ഈ ചീര. എനിക്ക് ചുവന്ന ചീര മതി പറഞ്ഞപ്പോൾ ആ ചേട്ടൻ ഫുൾ പച്ചച്ചീരയായിരുന്നു. അതൊക്കെ എടുത്തിറക്കിയിട്ട് ഏറ്റവും താഴെയായിരുന്നു ചുവന്ന ചീര. അപ്പോൾ അതിൽ അതിൻ്റേതായ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം അതൊക്കെ അരിഞ്ഞ്, ശരണ്യ പറഞ്ഞിട്ട് അവർ പാലക്കാടാണ്, അവരുടെ കാട്ടിലെ ഓരോ കാര്യങ്ങളും കാട്ടിലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതൊക്കെ കണ്ട്, സാധാരണ ഞാൻ മൈ വേ ബൈ കല്യാണി അവരുടെയൊക്കെ കാണാറ്. എനിക്ക് നല്ല ഇഷ്ടം. ഒരു
ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഇതാണ് കണ്ടത്. അപ്പോൾ ഇത് കണ്ടിരുന്നിട്ട് ഞാൻ ഇത്തിരി ലഡ്ഡു മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വായിലിട്ടിട്ടാണ് ഈ വളവള പറയണത്. വേറെ ഒന്നുമില്ല കേട്ടോ. എൻ്റെ വിളക്ക് ഞാൻ ഒതുക്കുമ്പോൾ നേരത്തെ വീഡിയോ നോക്കിയപ്പോഴേ എൻ്റെ വിളക്ക് ഭയങ്കര ബോറായിട്ട് ഇരുന്നിരുന്നേ. അപ്പം ഞാൻ അത് ഇരുന്നിട്ട് പറയാം കേട്ടോ. വിളക്ക് വൃത്തികേടാണ്, നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഞാനത് കഴുകി വയ്ക്കാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിളക്ക് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. അതൊക്കെയാണ് ഞാനിരുന്ന് പറയണത്. ഒന്നും വിചാരിക്കണ്ട, അതാണ് പറയണത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സാധനങ്ങളാണല്ലോ, ചിലവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ അധികാരം കാണണില്ല, അതാണ് എൻ്റെ വിശ്വാസം. എന്നാലും 40 പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെടാണ്ടാവണ്ടെന്ന് വിചാരിച്ച് പറയാം. ഞാനത് കൈയോടക്കനെ കഴുകി വെക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പിന്നൊന്നുമില്ല, നീരവൻ്റെ കാര്യങ്ങളാണ്. ഞാൻ മേശ അങ്ങോട്ട് വെച്ചിട്ട് അവൻ TV കാണുക, അങ്ങനെ മേപ്പെട്ട് നോക്കിയിരുന്നിട്ട്. അപ്പോൾ അവന് ഇനി കണ്ണും കൂടെ കേടായി കഴിഞ്ഞാൽ കണ്ണാടിയും കൂടി വെച്ച് കഴിഞ്ഞാൽ വളരെ ബോറാവും. അതുകൊണ്ടാണ് ഞാൻ ആ മേശ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടത്. പിന്നെ ഞാൻ കറക്റ്റ് സ്ഥലത്തേക്ക് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. നാളെ കാണാം കേട്ടോ.